പ്രിയമുള്ളവരെ, 1965 രൂപീകരിച്ച KSRTCക്ക് 2021 വരെയുള്ള കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്ന് ലാഭനഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ശമ്പളമില്ലായ്മ, ശമ്പള കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക തുടങ്ങിയതെല്ലാം. എന്നാൽ 30,000-നും 35,000-നും ഇടയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ശമ്പളം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് കൂടുതലായുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2021 ഇടതുപക്ഷ സർക്കാർ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. വർക്ക്ഷോപ്പ് സംവിധാനങ്ങൾ ആധുനികവൽക്കരിച്ചു. അതുപോലെ സീറ്റ് മോഡുലൈസേഷൻ, ഡിജിറ്റലൈസേഷൻ, വൈഫൈ സംവിധാനം, AI ക്യാമറ സംവിധാനം തുടങ്ങിയതെല്ലാം നമുക്ക് ലഭ്യമാക്കത്തക്കുന്ന ഒന്നായി, ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒന്നായി KSRTC മാറി. KSRTCയുടെ മുഖച്ഛായ തന്നെ മാറി. ദൂരയാത്രയ്ക്കായി K-Swift സംവിധാനം വന്നതോടുകൂടി യാത്ര എളുപ്പമായി, യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി നമുക്ക് സാധിച്ചു. ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ വന്നു പോകുന്ന ഒന്നായി KSRTC മാറിയപ്പോൾ ദിവസം 10 കോടി രൂപയിലധികം വരുമാനം കിട്ടുന്ന ഒന്നായി KSRTCക്ക് മാറാനായിട്ട് സാധിച്ചു. വിനോദസഞ്ചാര മേഖലയിലെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 50 കോടിയിലധികം രൂപ വരുമാനം കിട്ടുന്ന ഒന്നായി KSRTC വിനോദസഞ്ചാര മേഖലയിൽ ഇടപെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ് അടക്കമുള്ള, തിരുവനന്തപുരത്തടക്കമുള്ള ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉപയോഗം ഒക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മികച്ച സംവിധാനത്തിലേക്ക് ഇനിയും KSRTC പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൃത്യമായ രീതിയിൽ കിട്ടുന്നത് പോലെ ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വലിയ ശ്രദ്ധ കാണിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ മാറ്റങ്ങൾ KSRTCക്ക് ആവശ്യമാണ്. അതിന് ഇനിയും ഇടതുപക്ഷ സർക്കാർ തുടരേണ്ടതായിട്ടില്ലേ?